ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാവിട്ട വാക്കും പുകച്ചുവിട്ട ജോയിന്റും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം. എന്തെങ്കിലും വായിന്ന് പോയി കഴിഞ്ഞാൽ, അതും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലോട്ടാണ് ഇട്ട് തരുന്നതെങ്കിൽ ആൾക്കാരെടുത്ത് പൊങ്കാലയിടും. പൊങ്കാലിട്ട കുറെ വ്യക്തികളെയൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അതുപോലെ ഈ അടുത്തിടയ്ക്കൊന്ന് പൊങ്കാല ഒരു വാക്ക് വായിന്ന് വീണ് പോയതിന്റെ പേരിൽ ട്രോളായി, പൊങ്കാലയായി, പിന്നെ പുള്ളിക്ക് എക്സ്പ്ലനേഷനുമായിട്ട് വരേണ്ടി വന്നു. ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഭയങ്കര റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും അല്ല, ചുമ്മാ അത് കണ്ടുകൊണ്ടിരിക്കാം എന്നല്ലാതെ കുറെ ട്രോളും കുറെ പോസ്റ്റും ഫേസ്ബുക്കിലും ഇവിടെ ഒക്കെ കണ്ടു അതിന്റെ പേര് മാത്രം ചെയ്യുന്നതാണ്. പക്ഷെ എനിക്കും കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ സംസാരിക്കാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഒരുപാട് എല്ലാവർക്കും അറിയാമായിരിക്കും. അരുൺ ജെ എന്ന് പറയുന്ന പുള്ളിയുടെ ചാനലാണ്. ഓൾമോസ്റ്റ് യൂട്യൂബിൽ 3.3 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് 8 ലാഖിന് പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ചാനലാണ്. ഫാമിലി വ്ളോഗ് ആണ് ചെയ്യുന്നത്. ആങ്ങളെയും പെങ്ങളും തമ്മിലൊക്കെയുള്ള കുറെ വ്ളോഗ് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഈ പയ്യന്റെ ലൈഫ് സ്റ്റോറി രസമാണ്. വളരെ ചെറിയൊരു കുടുംബത്തിൽ നിന്ന്, വളരെ ചെറിയൊരു വീട്ടിൽ നിന്ന് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് സക്സസ്ഫുൾ ആയി. എന്നിട്ട് അവൻ വലിയൊരു വീട് പണിതു, കാറ് വാങ്ങി, നല്ലൊരു നിലയിൽ എത്തിയ, സോഷ്യൽ മീഡിയ കാരണം നല്ലൊരു നിലയിൽ എത്തിയ ഒരു വ്ളോഗറാണ്. ഇതുവരെ കോൺട്രവേഴ്സികളൊന്നും അധികം അങ്ങനെ പെടുന്നതായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ദിവസം പുള്ളിയുടെ കല്യാണം ഉറപ്പിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് പുള്ളിയുടെ വായിൽ നിന്ന് ഒരു 2 ഡയലോഗ് ഒരു പഞ്ചിന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി. പുള്ളി ഉദ്ദേശിച്ച മീനിങ്ങിലല്ല ആളുകൾ അത് എടുത്തത്. ആളുകൾ വേറൊരു രീതിയിൽ അതിനെ എടുത്തിട്ട് കീറി മുറിച്ച് പുള്ളിയെ ഏറി കയറ്റി. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള എല്ലാവർക്കും ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കും തോന്നും, എന്നടാ ഇവൻ ഇങ്ങനെ പറയണത് എന്ന് തോന്നും. അത് ആ കേട്ട ആളുകളെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ആൻഡ് നമുക്ക് എന്താണെങ്കിലും പുള്ളിയുടെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പോയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലായിരുന്നു. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവർ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട്, പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായതും. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഈ സംഭവം വീഡിയോസൊക്കെ ആ ഒരു ഡയലോഗ്, മുക്കാച്ചെമ്പ് ബിരിയാണിയും കഴിച്ചു, ആ ഒരു കച്ചവടം അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്നു. കല്യാണം ഉറപ്പിച്ചു എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നതിന് പകരം പുള്ളി കുറച്ചും കൂടെ ഒന്ന് ഫണ്ണി ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. മുക്കാച്ചെമ്പ് ബിരിയാണി പെണ്ണുകെട്ടുകാർ വന്ന് എന്റെ വീട്ടിൽ വന്ന് വെട്ടി വിഴുങ്ങിയിട്ട് അവർ കച്ചവടം ഉറപ്പിച്ചിട്ട് പോയി, ഈ രീതിയിൽ പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത്. ഓഫ് കോഴ്സ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് പല മൂഡിലുള്ള ആളുകളാണ്. സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള സീരിയസോടെ ആളുകൾ അതിനെ എടുക്കും. ആളുകൾ അത് എടുത്തു. കമന്റ് ബോക്സിൽ കാണാനുണ്ട്, 1-2 കമന്റ് ഞാൻ വായിക്കാം. കുറച്ച് മാന്യമായി സംസാരിക്കാം. ഈ ബന്ധം അധികം പോവില്ല. ആ ഡയലോഗ് കേട്ടപ്പോഴേ ആളുകൾ തീരുമാനിക്കുകയാണ് ഈ ബന്ധം അധികം പോവില്ല. എന്നടാ ഇത്, കല്യാണം കച്ചവടമെന്നോ? സംസ്കാരം. നിങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്നതായിരുന്നു, ആസ്വദിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ആകെ മാറിയതുപോലെ. ഒരു ചെമ്പ് ബിരിയാണി, ഒരു ചൊല്ലുണ്ട്, അല്പൻ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. മാന്യമായി സംസാരിക്കൂ. ബന്ധു വീട്ടുകാരെ കുറിച്ച് അവർ വന്ന് കഴിച്ച ബിരിയാണിയുടെ കണക്ക് പറഞ്ഞ് അവരെ അപമാനിക്കല്ലേ മോനെ. 2400 പേരാണ് ആ ഒരു കമന്റ് ലൈക്ക് ചെയ്തേക്കുന്നത്. ജോക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, എക്സ്പെഷ്യലി അറ്റ് ദിസ് സ്റ്റേജ്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാകില്ലെന്ന് മനസ്സിലായി. കുറച്ച് മെച്യൂരിറ്റി ഇനിയെങ്കിലും. എച്ചിത്തരം വിളിച്ച് പറയല്ലേ, ആ പെണ്ണ് വീട്ടുകാർ ഡീസന്റ് ആണ്. നല്ല പെൺകുട്ടി ഈ ചെക്കന് ശരിയല്ല. കച്ചവടം ഉറപ്പിച്ചു, വീട്ടുകാർ ഒരു ചെമ്പ് ബിരിയാണി കഴിച്ചു. ക്യാഷ് ഉണ്ടാക്കിയ പോലെ സംസ്കാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കമന്റ് സെക്ഷൻ ആണ് ഈ വീഡിയോയുടെ അടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പുള്ളിയുടെ സംസ്കാരം, അവൻ കാശുണ്ടാക്കി, അവന് സംസ്കാരമില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല, ഇങ്ങനെ പലതരത്തിലുള്ള കമന്റ്സ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മൾ പറയുന്ന അതേ വൈബിൽ കേൾക്കുന്ന ആള് അത് എടുത്തില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. റിയൽ ലൈഫിൽ ഞാൻ കുറെ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അസ്ഥാനത്തൊക്കെ ആയി പോയിട്ട് കുറെ അടുത്തുനിന്ന് പണി കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ വാക്കുകൾ ഭയങ്കര സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ എഡിറ്റിംഗ് ടേബിളിലാണ്. കാര്യം എൻ്റെ വായിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഏറി കയറ്റും, എനിക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്ര ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടത്തോളം എനിക്കറിയാം ഇത് പോവും, ഇത് വേറെ ലെവലിൽ പോവും, ഞാൻ ഉദ്ദേശിച്ച പോലെ ആയിരിക്കത്തില്ല ആളുകൾ എടുക്കുന്നതെന്ന്. ആൻഡ് ഈ പുള്ളിക്കും പറ്റിയത് അതാണ്. പുള്ളി വളരെ ഹാപ്പി ആയിട്ട് ഒരു ഫണ്ണായിട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യമാണ്. പക്ഷെ ഇത് ആളുകൾ
ഇത് വേറെ രീതിയിലോട്ട് കൊണ്ടുപോയി. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് തോന്നും, ഓക്കെ ഇവൻ എന്നാ ഈ പറയുന്നേ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനും ആ പയ്യന്റെ പെണ്ണ് വീട്ടുകാരും തമ്മിൽ ഏത് രീതിയിലുള്ള ടൈമാണ്, അവർ നല്ല കമ്പനിയാണോ, നമുക്ക് നല്ല കമ്പനി ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണൊക്കെ ഏത് രീതിയിലും സംസാരിക്കാം. കൂട്ടുകാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിച്ചാൽ പോലും വലിയ ഒന്നും പ്രശ്നം ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷെ വേറൊരാളെ പോയി വിളിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒഫൻസീവ് ആയി പോകും. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും ഒരേ വൈബാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ആണ് പലതരത്തിലുള്ള ലക്ഷക്കണക്കിന് മെന്റാലിറ്റി ഉള്ള ആളുകൾ കാണുന്ന വീഡിയോ ആണ്. ഓൾമോസ്റ്റ് 5 ലക്ഷത്തിൽ പുറത്ത് ആളുകൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. 6 ലക്ഷത്തിന് അടുത്ത ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ 6 ലക്ഷം പേരിൽ ഒരു 1000 പേർക്ക് അതൊരു ഒഫൻസീവ് ആയിട്ട് തോന്നി അവർ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളെ അത് ബാധിക്കും. ഇതിനുശേഷം ഈ പയ്യൻ അവന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നു. അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്നും പറഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലനേഷൻ വീട്ടിൽ നിന്ന് കാണാം. അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയാനില്ല, എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക, ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ, പലരും ഇങ്ങനെ കമൻറ്റിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ടെല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. അതെപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുറക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക, അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നേരത്തെ നോക്കട്ടെ. സകല മലയാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാച്ചെമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത്. അല്ല എന്റെ പൊന്നു മോനുണ്ടാ, നീ അത് പറയുന്ന കാര്യം തോർത്തുമുണ്ട് എടുത്ത് കൊടുത്ത് തോർത്തുമുണ്ടിന്റെ അടിയിൽ പൈസ തിരികെ വെച്ചിട്ട് കച്ചവടം അതെങ്ങാനും പറഞ്ഞാൽ ഇതിനേക്കാളും ഏറിപ്പോയല്ലേ. നീ കാര്യമായത് പറയാഞ്ഞത്. ഇത് കല്യാണമാണ്, പോത്ത് കച്ചവടം അല്ല എന്ന് വരെ ആൾക്കാർ വന്ന് വേണമെങ്കിൽ കമന്റ് ഇട്ടേനെ. നിന്റെ ഏതോ ഭാഗത്തിനാണ് നിനക്ക് ആ സമയത്ത് ആ പോത്ത് കച്ചവടത്തിന്റെ കാര്യം ഓർമ്മ വരാതിരുന്നത്. അയ്യോ, അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, അതല്ല എങ്കിൽ എന്താ എപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയില്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻറ്റ്സ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിരുന്ന് ആലോചിക്കണം, ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ സോഷ്യൽ നമ്മുടെ വീഡിയോ കാണാതിരിക്കുന്ന ആളുകൾ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരാണ്, പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ പറയുന്ന പല നോർമൽ വാക്കുകളും ചിലപ്പോൾ പല നാട്ടുകളിലും അത് തെറിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം. അരുൺ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നോർമൽ പേഴ്സൺ കേൾക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, കല്യാണം ഒരു കച്ചവടമായിട്ട് കാണുന്നു, ആ പെണ്ണിനെ റെസ്പെക്ട് ചെയ്യുന്നില്ല. വീട്ടുകാർ വന്ന് ബിരിയാണി നിന്ന് ഉറപ്പിച്ചിട്ട് പോകാൻ ഇതെന്താണ് വേറെ വല്ലതും ആണോ? ഇതൊരു കല്യാണം തന്നെ അല്ലേ? ഈ മാരേജ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു ഇതായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മൾ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അഘോരാത്രം സംസാരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉള്ള നാടാണ് നമ്മുടേത്. അപ്പം ഒരു കല്യാണത്തിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കച്ചവടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത് നെഗറ്റീവായിട്ട് തോന്നും. പിന്നെ ബിരിയാണി ചെമ്പ്, സീരിയസ്ലി അത് കേൾക്കുമ്പം എനിക്കാണെങ്കിലും തോന്നിയിട്ടുണ്ട് അത് പെണ്ണ് വീട്ടുകാരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതാണോ എന്ന്. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഈ ചെറുക്കൻ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും തമ്മിലുള്ള വൈബ് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ലല്ലോ. സോ ഈ വ്യൂവേഴ്സും അരുണും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് രണ്ടു കൂട്ടരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്ന ഓരോ വേർഡും കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്, ഓരോ വേർഡും കീറി മുറിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന മീനിങ്ങിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കേൾക്കാതെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം ഉണ്ടാവും. അതൊരു വലിയ വൃത്തികെട്ട ഫീലിങ്സ് ആണ്, ഉള്ള കാര്യം പറയാം. ഞാൻ പല വീഡിയോയിൽ എനിക്ക് അങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു ലെവലിലോട്ട് അതിനെ വളച്ചൊടിച്ച് ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് സെക്ഷനിൽ. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മെജോറിറ്റി ഓഫ് ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ
ഒരു ജോക്കിന്റെ കുഴപ്പം തന്നെയാണ്. നമ്മൾ തമാശയൊക്കെ നല്ലതൊക്കെയാണ്, തമാശ പറയുന്നതിന് ഒരു ഒക്കേഷൻ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അസ്ഥാനത്ത് കോമഡി അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണിവാളും. അല്ലെങ്കിൽ 20 മിനിറ്റിനകം തന്നെ ആ പെൺകുട്ടി എന്നെ വിളിച്ച് സംസാരിച്ചു, അത് കണ്ടു. എന്നിട്ട് ആദ്യം തന്നെ കണ്ടോ എല്ലാവരും എന്നെ വളരെ സിമ്പിൾ പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അരുൺ ചേട്ടൻ ആൾക്കാർ ഇങ്ങനെ മോശം പറയുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്ത് തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, ചേട്ടൻ അത് ക്യാഷ്വലി ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ടോക്കിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി നിൻ്റെ വീട്ടുകാർ ഇത് കണ്ടായിരുന്നു, അവർ കണ്ട് അങ്ങനെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു, അവർക്ക് അത് ചിരിച്ച് എൻജോയ് ചെയ്ത് അവർ ആ ഒരു സെൻസിലാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി അത്രയേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഇൻറ്റൻഷ്യലി ഞാനിപ്പോൾ അവർ മറ്റേ കഴിച്ചതിൻ്റെയൊക്കെ തൂക്കം എടുത്തിട്ട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് ടച്ച് കണക്ക് പറഞ്ഞതല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുന്ന ഒരാളല്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ, നിങ്ങൾ നല്ല കാര്യം അവർക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തോന്നിയില്ല. അത് വളരെ നല്ല കാര്യം. വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ കല്യാണമൊക്കെ മുടങ്ങി പോകുന്ന നാടാണ് നമ്മുടേത്. ഇതുപോലും വേണ്ട, ഈ ഒരു റീസൺ പോലും വേണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ചൊറിഞ്ഞവന് തോന്നുകയാണ് കണ്ട അവൻ വീഡിയോയിൽ വന്നിട്ട് നമ്മളെ അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിച്ച കണ്ട ഇപ്പോഴേ അവൻ ഈ രീതിയിലാണ് നമ്മളെ കാണുന്നതെങ്കിൽ നാളെ അവൻ ഏത് രീതിയിൽ കാണുമെന്ന് കാണാൻ ഏതെങ്കിലും ഒരു ചൊറിഞ്ഞവനോടൊന്ന് ചോദിച്ച് ഒരു കുത്തിപ്പൊക്കി ഇട്ട് കഴിഞ്ഞാൽ അത് മുടങ്ങിപ്പോകും. മുടങ്ങിയ സിനാരിയോസ് ഉണ്ട്, ഇങ്ങനെ കുത്തി ഇളക്കി ഇട്ടിട്ട് മുടങ്ങിയ സിനാരിയോസ് ഉണ്ട്. നിങ്ങളുടെ ഈ കണ്ടോണ്ടിരിക്കുന്ന ആളുകളുടെ പരിചയത്തിൽ തന്നെ കാണും കുറെ. സോ തമാശ നമുക്ക് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ പറയാനും പറ്റത്തില്ല, എല്ലാവരുടെ അടുത്തും പറയാനും പറ്റത്തില്ല, എല്ലാവരും ആ സെൻസിൽ എടുക്കണമെന്നുമില്ല. പിന്നെ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ശാപമാണിത്. നമുക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എല്ലാ വേർഡും ഇങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കൂ, അങ്ങനെ ചിന്തിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. അവര് ഒരു നോർമലി അവർ സംസാരിക്കുന്ന പോലെ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഫാമിലിയോട് സംസാരിക്കുന്നതിനോട് വൈബ് പിടിച്ച് സംസാരിച്ച് അങ്ങ് പോകും. ആൻഡ് ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കാണാനിരിക്കുന്നത് ഇത് അപ്ലോഡ് ചെയ്തവന്റെ മച്ചമ്പിയോ കുഞ്ഞമ്മയോ ഫ്രണ്ടോ ആരും അല്ലല്ലോ, എവിടേക്കോ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, അതും പല രീതിയിലുള്ള ആളുകൾ, പല ഏജിലുള്ള ആളുകൾ, പല മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ, പല സ്ഥലങ്ങളിലുള്ള ആളുകൾ. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആണ്. അപ്പം ഈ പറയുന്നതെല്ലാം നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് ഉണ്ടാവും. മനസ്സിലായോ? എല്ലാ വീടും ഒരു കുത്തിരുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഒന്നാമത് എന്തെങ്കിലും ഒരു കുറ്റം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലെ നമ്മളിട്ട വീഡിയോയ്ക്ക് പാർവതി പ്രൈവസി കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. എന്തൊരു കണ്ടകശരിയാണോ എന്തോ. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ലൈഫ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പാടാണ്. ഈ ഫാമിലി, പ്രത്യേകിച്ച് ഈ ഫാമിലി വ്ളോഗ് ഇടുന്നവർക്ക് പൈസയൊക്കെ കിട്ടും. പക്ഷെ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ ഇതുപോലുള്ള നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമാധാനവും അതാണ്. എനിക്കിതുപോലെ കുറെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ എങ്ങും പോയി കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറുണ്ട്. നമ്മൾ ഭയങ്കര വൈബൊക്കെ പിടിച്ച് സംസാരിക്കും. ഒന്നാമത് എനിക്ക് സംസാരിക്കുന്ന ഒരു വെല്ലും ബ്രേക്കും ഇല്ലാത്തവനെ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് അത്ര സുഖിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പലയിടത്തും പോയി കഴിഞ്ഞാൽ സൈലന്റ് ആവാറാണ് പതിവ്. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചു. അവിടെ സംസാരിക്കേണ്ട ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചങ്ങ് വിടും, അത്ര തന്നെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, വേറെ വീഡിയോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നത് വേറെ വീഡിയോ. അപ്പോൾ ശരി, ബൈ.